Hey foodies, welcome back to Marians kitchen recipes. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കിന്റെ വീഡിയോ ആണ്. അരിമുറുക്ക് നമുക്കറിയാം എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് അതിങ്ങനെ കടിച്ചു നടക്കാനായിട്ട് നല്ല ഇഷ്ടമായിരിക്കും. നമുക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയി കാരണം ഒരുപാട് സമയമുണ്ട് ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. മുറുക്കാണെങ്കിൽ ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ ഉണ്ടാക്കി വെക്കാനും പറ്റൂലേ. അപ്പോൾ നമുക്ക് മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബൗൾ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സെയിം ബൗളിൽ വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. ഒരു ബൗൾ തന്നെ വെള്ളം അളന്നെടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് ഉഴുന്നുപൊടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപൊടി ഒരു 3 ടേബിൾ സ്പൂൺ ആണ്. ഒരു കപ്പ് പൊടിക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉഴുന്ന് നമ്മൾ അരി വറുക്കണോണം വെറുതെ വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. തരി ഇല്ലാതെ പൊടിച്ചെടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കായംപൊടിയാണ്. അതൊരു നുള്ളു കായംപൊടി, ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ കറുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് അയമോദകം വേണം. അപ്പോൾ മുറുക്കിന് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കേണ്ട ഈ അയമോദകമാണ് കേട്ടോ. ഇനി നമ്മുടെ കൈവച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചൂടാക്കിയെടുത്ത 1 കപ്പ് വെള്ളത്തിൽ നിന്ന് കുറേശ്ശെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് എങ്ങാനും ചെയ്തു കൊടുത്താൽ മതി. കാരണം തിളച്ച വെള്ളമായ കാരണം കൈവച്ച് ചെയ്യേണ്ട പ്രയാസമാണ്. അപ്പോൾ ഒരു ബൗള് വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കറക്റ്റ് കണക്കാണ്. 1 കപ്പ് പൊടിക്ക് ആ സെയിം കപ്പിൽ 1 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. ചൂടായ കാരണം നമുക്ക് കൈകൊണ്ട് കുഴക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കുഴയെടുത്തിട്ട് നന്നായിട്ട് ചതച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കൈകൊണ്ട് കുഴക്കാവുന്ന ചൂടായി കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ചപ്പാത്തി മാവിനൊക്കെ നമ്മൾ ഡവ് ഉണ്ടാക്കുന്ന മാതിരി ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്ക് സേവനാഴിയുടെ സ്റ്റാർ ഷേപ്പുള്ള ഈ ഒരു അച്ചാണ് വേണ്ടത്. അത് നമ്മുടെ സേവനാഴിയിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നൂലപ്പത്തിനൊക്കെ മാവ് അതിനകത്ത് നിറയ്ക്കണോണം തന്നെ സേവനാഴി നിറച്ച് മാവാക്കി കൊടുക്കുക. ഇനി ഏതെങ്കിലും സ്റ്റീലിന്റെ പ്ലേറ്റോ പരന്ന എന്തെങ്കിലും പാത്രം എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം ഈ മുറുക്ക് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി ചുറ്റിച്ചെടുക്കുക. ലാസ്റ്റ് ഇതിന്റെ ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എല്ലാ മുറുക്കും ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് മാത്രം വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നേരിട്ട് ഈ മുറുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അത് ലാസ്റ്റ് ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടു പോകും. അപ്പോൾ ലാസ്റ്റ് ഭാഗം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. അതിനകത്തോട്ട് നമ്മൾ ഓരോന്ന് ചുരുക്കോളം പരന്ന കയ്യിൽ എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായി. തീ കിടക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. ഇത് നന്നായിട്ട് വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഈ ഒരു മുറുക്കിന്റെ ബബിൾസ് എല്ലാതും നന്നായിട്ട് അമങ്ങിപ്പോവും. ഇപ്പൊ മുറുക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ബബിൾസ് എല്ലാം അമങ്ങിപ്പോയി തുടങ്ങി. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല ക്രിസ്പി ആവണ വരെ നിങ്ങൾ വേവിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് കെട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇത് ചുറ്റിച്ച് വെച്ചാൽ കാരണം വെന്ത് കിട്ടത്തില്ല. അപ്പോൾ നല്ല ക്രിസ്പി ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ല ചെയ്തെടുക്കാനായിട്ട്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നാളേക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു പലഹാരമാണ്.